നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. യൂത്ത് കോൺഗ്രസ് മെമ്പർഷിപ്പ് വിതരണത്തിനെത്തിയ കോൺഗ്രസ് നേതാക്കൾക്ക് മർദ്ദനമേറ്റു. കാഡ്സിന്റെ നേതൃത്വത്തിൽ കൊക്കോ, തേങ്ങ എന്നിവ സംഭരിക്കുമെന്ന് കാഡ്സ് അധികൃതർ അറിയിച്ചു. ദേശീയ മാസ്റ്റേഴ്സ് നീന്തൽ താരം ബേബി വർഗീസിന് കലൂർക്കാട് ഹോളി ഫാമിലി സ്കൂളിൽ സ്വീകരണം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് DSTA നേതൃത്വത്തിൽ തൊടുപുഴ DD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിൽ ഇടുക്കി ജില്ലാ കലോത്സവത്തിന്റെ വിവിധ കമ്മിറ്റികളുടെ ആലോചനാ യോഗം ചേർന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നെറ്റ്സി കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് മെമ്പർഷിപ്പ് വിതരണത്തിനെത്തിയ കോൺഗ്രസ് നേതാക്കൾക്ക് മർദ്ദനമേറ്റു. കാന്തല്ലൂർ കോവിൽക്കടവിലാണ് സംഭവം. യോഗം കഴിഞ്ഞിറങ്ങിയ കോൺഗ്രസ് പ്രവർത്തകരെ മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിലെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു. DCC ജനറൽ സെക്രട്ടറി ബേബി ചീമ്പാറയുടെ കണ്ണിന് പരിക്കേറ്റു. പരിക്കേറ്റ ബേബി ചീമ്പാറയെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തകർക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്യുന്നത് നിഷേധിക്കാനാണ് DCC പ്രസിഡന്റും MPയും ശ്രമിക്കുന്നതെന്നും മണ്ഡലം പ്രസിഡന്റിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും CP മാത്യു ആവശ്യപ്പെട്ടു. സംഭവം നടന്ന 1 മണിക്കൂറിന് ശേഷവും പോലീസ് എത്താത്തത് പ്രതിഷേധത്തിന് ഇടയാക്കി. ഇന്നലെ ഞങ്ങൾ കാന്തല്ലൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് പോയിരുന്നു. മറയൂർ കാന്തല്ലൂർ വട്ടവട എന്ന് പറയുന്നത് കോൺഗ്രസ് വിഭാഗത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ കാന്തല്ലൂരിലെ കോൺഗ്രസ് ഓഫീസിലെ യോഗം കൂടാനാണ് ചെന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കോൺഗ്രസ് ഓഫീസ് പൂട്ടിയിട്ടിരിക്കുന്നു. അവിടെ വേറൊരു കെട്ടിടത്തിലാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് വിതരണവുമായിട്ട് ചെന്ന് യോഗം ആരംഭിച്ചു. യോഗത്തിലേക്ക് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് തമ്പിയമ്പോൾ അയാൾ കള്ളു വാങ്ങിച്ചു കൊടുത്ത് 3-4 ആളുകളെ യോഗത്തിലേക്ക് പറഞ്ഞു വിട്ടു. ഞങ്ങൾ ഒരു 4:45-5 മണി യോഗം ആരംഭിച്ച് നിരന്തരമായ ന്യൂസൻസ് വന്നവർ പയ്യെ ഇറക്കി പുറത്തിറങ്ങും, അകത്ത് കയറും. ഞങ്ങൾ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ യോഗസ്ഥലത്ത് തന്നെ കിടന്നിരുന്ന വാഹനം തടഞ്ഞ് അതിഭയങ്കരമായ തമ്പിയമ്പോളുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ മദ്യപിച്ച് മതോന്മത്തരായി വന്ന് അതിഭയങ്കരമായ ബഹളവും ഉണ്ടാക്കി. കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് വിതരണം തടസ്സപ്പെടുത്താൻ വേണ്ടി ഉള്ള നടപടി. തൊടുപുഴ ജനമൈത്രി പോലീസ് നടപ്പിലാക്കുന്ന K2012 പദ്ധതിയുടെ ഉദ്ഘാടനം നവംബർ 9 രാവിലെ 9-ന് ഇടുക്കി MP അഡ്വക്കേറ്റ് PT തോമസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് CA സജി മർക്കോസ് പറഞ്ഞു. ജില്ലാ പോലീസ് ചീഫ് ജോർജ് വർഗീസ് അധ്യക്ഷത വഹിക്കും. പാലിയേറ്റീവ് രോഗികൾക്കായി 1 മാസത്തെ ചികിത്സാ സഹായം നൽകുക, വൃദ്ധജന സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക തുടങ്ങിയവയാണ് K2012 പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. കിണറ്റിൽ വീണ 2 വയസ്സുള്ള കുട്ടിയെ രക്ഷിച്ച കളപ്പുരയ്ക്കൽ മാത്യുവിനെ ചടങ്ങിൽ ആദരിക്കും. പോലീസ് ജനങ്ങളുടെ സുഹൃത്താണെന്നും പോലീസും ജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നാട്ടിൽ സമാധാനം, അതുപോലെ അക്രമ പ്രവർത്തനങ്ങളും മോഷണം, കുറ്റകൃത്യങ്ങളും തടയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൊടുപുഴ ജനമൈത്രി പോലീസ് ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഒന്നിച്ചു കൂടുകയാണ്. തൊടുപുഴ ജനമൈത്രി പോലീസിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഒരു പുതിയ കാൽവെപ്പായ K2012 ഉദ്ഘാടനം തൊടുപുഴ ജനമൈത്രി പോലീസ് അങ്കണത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഇടുക്കി പോലീസ് ചീഫ് K2012 എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാലിയേറ്റീവ് ആശ്രമനായ രോഗികൾക്ക് ഒരു മാസത്തെ ചികിത്സാ സഹായം നൽകുന്നതിന് വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ സീനിയർ സിറ്റിസന്, ഇന്ന് വൃദ്ധജനങ്ങൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വൃദ്ധജനങ്ങളെ സംരക്ഷിക്കാൻ പ്രാധാന്യവും അതോടൊപ്പം തന്നെ അവരുടെ സമൂഹത്തിൽ അവരെ കെയർ ചെയ്യേണ്ട ആവശ്യകതയും ഉയർത്തിപ്പിടിച്ചു. കാഡ്സിന്റെ നേതൃത്വത്തിൽ കൊക്കോ, തേങ്ങ എന്നിവ സംഭരിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 650 വരെ തൂക്കമുള്ള പൊതിച്ച തേങ്ങ കിലോഗ്രാമിന് 14 രൂപയ്ക്കും 650 ഗ്രാമിന് മുകളിലുള്ളവ 9 രൂപയ്ക്കും 7 ദിവസം പുളിപ്പിച്ചുണ്ടാക്കിയ കൊക്കോ ബീൻസ് കിലോഗ്രാമിന് 111 രൂപയ്ക്കും സംഭരിക്കും. വാർത്താസമ്മേളനത്തിൽ കാഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ, വൈസ് പ്രസിഡന്റ് VP ജോർജ്, സെക്രട്ടറി KV ജോസ്, ബോർഡ് മെമ്പർ റോയി മാത്യു എന്നിവർ പങ്കെടുത്തു. പ്രധാനമായിട്ടുള്ള കൊക്കോ, അതുപോലെ തന്നെ തേങ്ങ, ഇത് രണ്ടും ഇന്ന് വിപണന രംഗത്ത്
ഏറ്റെടുക്കാൻ ആളില്ലാത്ത ഒരു സാഹചര്യം നേരിട്ടിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ രണ്ട് ഉൽപ്പന്നങ്ങൾക്കും വൻപിച്ച ഡിമാൻഡ് നമ്മുടെ സ്വദേശത്തും വിദേശത്തുമായിട്ട് നിലവിലുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ രണ്ട് സാഹചര്യങ്ങൾ ഇതേ രീതിയിൽ നിലനിർത്തുന്നതോടുകൂടി പ്രത്യേകിച്ച് കൊക്കോയും തേങ്ങയും വലിയ പ്രതിസന്ധിയെ നേരിടുന്ന സാഹചര്യത്തിൽ അതിൻ്റെ മാർക്കറ്റിംഗ് രംഗത്ത് കാഡ്സ് ഇടപെടാൻ തീരുമാനിച്ച വിവരം അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് മാറ്റത്തിന് തടസ്സമായി അനാഥമായി തുരുമ്പെടുത്ത ലോറികൾ. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുകളിലെ പാർക്കിംഗ് ഏരിയയിൽ ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്താണ് തുരുമ്പെടുത്ത ലോറികൾ അനാഥമായി കിടക്കുന്നത്. KSRTC ഗ്യാരേജ് താൽക്കാലികമായി ലോറി സ്റ്റാൻഡിലേക്ക് മാറ്റുന്നതിനോടൊപ്പം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുകളിലെ പാർക്കിംഗ് ഏരിയയിൽ ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് കിടക്കുന്ന ലോറികൾ അവിടെ നിന്ന് മാറ്റാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും വെയിറ്റിംഗ് ഷെഡും നിർമ്മിക്കുന്നതിനൊപ്പം ഇവിടെ ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്താണ് ലോറികൾ അനാഥമായി കിടന്ന് നശിക്കുന്നത്. വർഷങ്ങളായി പാർക്കിംഗ് ഏരിയയുടെ അരികിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഭാഗത്താണ് 4 ലോറികൾ കിടക്കുന്നത്. മഴയും വെയിലുമേറ്റി കിടക്കുന്ന ലോറികൾ ഇപ്പോൾ കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ലൂർക്കാട് ഹോളി ഫാമിലി സ്കൂളിന്റെ നേതൃത്വത്തിൽ ദേശീയ മാസ്റ്റേഴ്സ് നീന്തൽ താരം ബേബി വർഗീസിന് സ്വീകരണം നൽകി. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ് തെക്കേക്കര, സ്കൂൾ മാനേജർ ജോബിസൺ ജേക്കബ്, പ്രിൻസിപ്പൽ KM റോയ്, PTA പ്രസിഡന്റ് PT സജീവ്, തോമസ് ചേറ്റൂർ തുടങ്ങിയവർ അനുമോദന പ്രസംഗം നടത്തി. ബേബി വർഗീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വണ്ടമറ്റം അക്വാട്ടിക് സെന്ററിൽ കല്ലൂർക്കാട് ഹോളി ഫാമിലി സ്കൂളിലെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുമെന്ന് ബേബി വർഗീസ് അറിയിച്ചു. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ദേശീയ തലത്തിൽ നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കുകയും ആ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടി മലയാളികൾക്ക് അഭിമാനമായി മാറിയ ശ്രീ ബേബി സാറിന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അനുമോദിക്കുകയാണ്. സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും പഠിക്കുന്ന വിഷയങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ വളരെയേറെ മത്സരബുദ്ധിയോടുകൂടിയാണ് ഇന്ന് നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പോക്കറ്റടിക്കാൻ ശ്രമിച്ചയാളെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെരുമ്പാവൂർ ചെന്താരിയിൽ സലീമിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തൊടുപുഴ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ ബസ്സിൽ നിന്ന് പോക്കറ്റടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ സലീമിന്റെ പേരിൽ 5 കേസുകൾ നിലവിലുള്ളതായി പോലീസ് പറഞ്ഞു. അന്താരാഷ്ട്ര സഹകരണ വർഷത്തോടനുബന്ധിച്ച് നവംബർ 13 മുതൽ 16 വരെ തൃശൂരിൽ 7ാമത് സഹകരണ കോൺഗ്രസ് നടത്തുമെന്ന് സർക്കിൾ സഹകരണ യൂണിയൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച കൊടിമര ജാഥയ്ക്ക് നവംബർ 12-ന് തൊടുപുഴയിൽ സ്വീകരണം നൽകും. സഹകരണ കോൺഗ്രസിൽ കേന്ദ്രമന്ത്രിമാരായ AK ആന്റണി, വയലാർ രവി, KV തോമസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ഇടുക്കി ജോയിന്റ് രജിസ്ട്രാർ CC തോമസ്, തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ VV മത്തായി, തൊടുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ S ശ്രീജയ എന്നിവർ പങ്കെടുത്തു. ഈ വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി കേരളത്തിലെ സംസ്ഥാനത്ത് സഹകരണ വാരാഘോഷം നവംബർ 14 തൊട്ട് 20 വരെ നടക്കുന്നു. അപ്പം അതിനോടനുബന്ധിച്ച് നവംബർ 1 തൊട്ട് 20 വരെ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ സഹകരണ എക്സ്പോ സംഘടിപ്പിച്ചിട്ടുണ്ട്. സഹകരണ എക്സ്പോയിൽ സഹകരണ മേഖലയിലുള്ള എല്ലാ വിവിധങ്ങളായ മേഖലയിലുള്ള സംഘങ്ങളുടെ സ്റ്റാളുകൾ പ്രദർശന നഗരിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം തീയതിയോടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് DSTA നേതൃത്വത്തിൽ തൊടുപുഴ DD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി J പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സോമൻ നായർ സ്വാഗതവും ശ്രീകല നന്ദിയും പറഞ്ഞു. കേരളത്തിലെ മുഴുവനും പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എയ്ഡഡ് മേഖലയെ വ്യാപകമായി തകർക്കുന്ന രീതിയിൽ സർക്കാരിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കത്തക്ക രീതിയിലുള്ള ഇപ്രകാരമുള്ള നടപടി ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുള്ള പൊതുവിദ്യാഭ്യാസ രംഗം വളരെയധികം താറുമാറാകുമെന്നും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കേണ്ടത് എയ്ഡഡ് മേഖലയുടെ വളരെയധികം വലിയൊരു ആവശ്യമാണെന്ന് മുൻനിർത്തിക്കൊണ്ടും DSTA സംസ്ഥാനത്ത് എല്ലാ വിദ്യാഭ്യാസ ഓഫീസുകളുടെ മുമ്പിൽ ട്രാഫിക് സിഗ്നലുകൾ നോക്കുകുത്തിയായി. ട്രാഫിക് കുരുക്കഴിക്കാനാവാതെ തൊടുപുഴ നഗരം വീർപ്പുമുട്ടുന്നു. തൊടുപുഴ KSRTC ജംഗ്ഷനിലാണ് ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തിക്കാത്തത് മൂലം ഗതാഗത കുരുക്കിലായത്. നോക്കുകുത്തി എന്ന വാക്കിന്റെ അർത്ഥം അറിയുവാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തൊടുപുഴ KSRTC ജംഗ്ഷനിലേക്ക് വരിക. അവിടെ സ്ഥാപിച്ചിരിക്കുന്ന സിഗ്നൽ ലൈറ്റ് നോക്കുകുത്തിയായിട്ട് മാസങ്ങളായി. ഏറ്റവും തിരക്കേറിയ കവലയിൽ പലപ്പോഴും തിരക്കോട് തിരക്കാണ്. ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസുകാരന്റെ കൈമുദ്ര നോക്കിയാണ് വാഹനങ്ങൾ പോകുന്നതും നിൽക്കുന്നതും. നഗരത്തിലേക്ക് വരുന്ന എല്ലാ ബസ്സുകളും കടന്നുപോകുന്ന കവലയായതിനാൽ ഇവിടെ സദാസമയവും തിരക്കാണ്. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ KSRTC ജംഗ്ഷനിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനാണ് 2 വർഷം മുൻപ് ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത്.
ഏറെ കൊട്ടിഘോഷിച്ച് സ്വകാര്യ കമ്പനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ഏതാനും മാസത്തിനകം തന്നെ ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിൽ വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗം ചേർന്നു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നെറ്റ്സി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ അനില ജോർജ്, വിവിധ സംഘടനാ പ്രതിനിധികൾ, വിവിധ കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 7, 8, 9, 10 തീയതികളിലാണ് ജില്ലാ കലോത്സവം നടക്കുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്കൂൾ ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരുന്നത്. അതിന് നമ്മളൊരു കമ്മിറ്റി കൂടി നമ്മൾ ഡൽഹിയിലിരുന്നു. അപ്പോൾ നമ്മുടെ കാർഷിക മേള ഞാൻ അറിഞ്ഞായിരുന്നു 26-ാം തീയതി മുതൽ 5-ാം തീയതി വരെ. അപ്പോൾ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡേറ്റ് മാറ്റം വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി ചെയ്യാനും. പമ്പ, എരുമേലി, നിലയ്ക്കൽ പ്രദേശങ്ങളിൽ ശുദ്ധജല വിതരണ പ്രവർത്തനങ്ങൾ നവംബർ 10 മുൻപ് പൂർത്തിയാക്കുമെന്ന് മന്ത്രി PJ ജോസഫ് അറിയിച്ചു. ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ശബരിമലയിലും പമ്പയിലും ശുദ്ധജല വിതരണം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലും പമ്പ, നിലയ്ക്കൽ, എരുമേലി എന്നിവിടങ്ങളിലും ഉത്സവകാല ജലവിതരണത്തിനായുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി വരുന്നു. ഈ മാസം 10-ാം തീയതിക്ക് മുമ്പായി എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കി ട്രയൽ റൺ ആരംഭിക്കും. ശബരിമല ഉത്സവകാലത്ത് ശബരിമലയിലും പമ്പയിലും നിലയ്ക്കൽ, എരുമേലി, മറ്റിടത്താവള പ്രദേശങ്ങളിലും ശുദ്ധജല വിതരണം ഉറപ്പാക്കുന്നതാണ്. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കേര കർഷകരുടെ ക്ലസ്റ്റർ രൂപീകരിക്കുന്നതിനും മറ്റ് ആനുകൂല്യങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നതിനും വേണ്ടി നവംബർ 7 വൈകിട്ട് 3 വെട്ടിമറ്റം LP സ്കൂളിൽ കേര കർഷകരുടെ യോഗം ചേരുന്നുമെന്ന് വാർഡ് മെമ്പർ ജോസി വെളാച്ചേരിയിൽ അറിയിച്ചു. മങ്ങാട്ടുകവല MB ടവറിൽ സൂര്യ TV ഇടുക്കി ബ്യൂറോ ഓഫീസ് ഉദ്ഘാടനം സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ് നിർവഹിച്ചു. സിനിമാ താരം ഹരിശ്രീ അശോകൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. VS ഹൈദരാലിയാണ് ബ്യൂറോ ചീഫ്. രാഷ്ട്രീയ പ്രവർത്തകരോട് ഒരു ചോദ്യം ചോദിക്കുകയും അവർ നൽകുന്ന ഉത്തരത്തിന് പകുതി എടുത്തിട്ട് പകുതി വാർത്തയുമായി എതിർകക്ഷിയോട് ചോദിച്ച് വഴക്കുണ്ടാക്കിക്കുന്ന സ്വഭാവം സൂര്യാജിയിലില്ല. വിവാഹ വാർത്ത. പന്നൂർ പറയന്നിലം PS ജോയിയുടെ മകൻ ജിനോയും തൃശൂർ കുട്ടനെല്ലൂർ മറ്റം സെയിലർ സിറിയക്കിന്റെ മകൾ അനുവും വിവാഹിതരായി. മന്ത്രി PJ ജോസഫ്, CP മാത്യു, AN ദിലീപ് കുമാർ തുടങ്ങി വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിവാഹത്തിലും തുടർന്നേറുന്ന സൽക്കാരത്തിലും പങ്കെടുത്തു. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കി മധുവിധുവാസന്തരാവിൽ പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ട്.